ചിരിച്ചു പോയി. ചിലർ മുടി പണ്ടൊക്കെ ഒരു ചീപ്പ് സാധാരണ നോക്കുന്നുണ്ട്. അൽഹംദുലില്ലാ കൊച്ചുമക്കളാ ഒരു ചീപ്പ് ഇങ്ങനൊരു ചീപ്പ് അല്ല ഇങ്ങനൊരു ചീപ്പ് അൽഹംദുലില്ലാ സ്കൂളിൽ പോകും. ഇതിപ്പം ഒരു രണ്ട് ചീപ്പാ പേടിച്ചു പോകും. നമ്മളെനിക്ക് പടക്കം പൊട്ടിക്കാൻ പോയെന്ന് രണ്ട് ചീപ്പ് ഇങ്ങനൊരു പിടുത്തവാ. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറ്റി ആരുടെ തൊഴുകുന്നത് സംഭവം എന്തോ കൊമ്പ് പോലെ ഇങ്ങനെ ഇരിക്കുക. ആരുടെ കുത്താമര പോത്ത് ഏതെല്ലാം ഞാൻ വെറുതെ പറയുന്നതാണോ? ആലോചിച്ച് നോക്കി എന്തെല്ലാം പോക്രികളാണ് നമുക്ക് അല്ലാഹു തന്ന തലമുടിയെ കാണിച്ചു വെക്കുന്നത്. വരമ്പ് വെട്ടുന്നവരുണ്ട്, ചരിവ് വെട്ടുന്നവരുണ്ട്, കുളം വെട്ടുന്നവരുണ്ട്, ഏതെല്ലാം കൂടുതലൊന്നും പറയുന്നില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു മക്കളെയൊക്കെ നന്നാക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരനെ ചെല്ലുന്ന ബൈത്ത് ആത്മാർത്ഥമായ ഖിലാസോടുകൂടി ചെല്ലുക. സഹോദരിമാർ വിചാരിച്ചോ നമുക്ക് പിന്നെ മുടിയൊക്കെ നമ്മളെല്ലാം മറച്ചു നടക്കുന്നതുകൊണ്ട് നമ്മളൊക്കെ അതിൽ നിന്ന് ഒഴിവാകും. നിങ്ങളുടെയൊക്കെ കട്ടിങ്, യു കട്ടിങ്, വി കട്ടിങ്, ഡബ്ല്യു കട്ടിങ് ഒന്നും പറയുന്നില്ല. സുബ്ഹാനല്ലാഹ്, പർദ്ദ കിട്ടിയാൽ തന്നെ ഇതൊക്കെ പോലെ പർദ്ദയുടെ കാലം എന്തോ തോന്നിയാലും ഉള്ള കാര്യം പറയണമല്ലോ. പാശ്ചാത്യം നോക്കുമ്പോൾ മുസ്ലിം പെണ്ണുങ്ങളൊക്കെ അൽഹംദുലില്ലാ നമ്മുടെ ഉലമാക്കൾ മുൻകാലത്ത് വഴന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവരും നല്ല പർദ്ദയിട്ട് ശരീരം ഒരിക്കലും ഒരു സ്കെയിൽ കൊണ്ടും അളന്നെടുക്കാൻ പറ്റാത്ത നിലയ്ക്ക് നല്ല നിലയ്ക്ക് അവർ ജീവിച്ചു നടന്നു. നോക്കുമ്പോൾ വിചാരിച്ചു ഇനി ഇപ്പൊ പർദ്ദയിൽ അവർ പരിപാടി നടത്തിയെങ്കിലേ പറ്റും. ഇപ്പോ പർദ്ദ അങ്ങനെ ആക്കിയത് തന്നാൽ പിന്നെ റാഹത്ത. പണ്ടുള്ള ചുരിദാറിനേക്കാൾ മോശം. ഇവിടുത്തെ പെണ്ണുങ്ങളുടെ പർദ്ദയല്ല എനിക്ക് പോകണം. ഇവിടുത്തെ പെണ്ണുങ്ങളുടെ പർദ്ദയല്ല അങ്ങനെയല്ല. ആ ഭാഗത്തുള്ള പെണ്ണുങ്ങളുടെ പർദ്ദയെ കുറിച്ചായി പറയുന്നു. ആലോചിച്ചോക്കെ നല്ല പർദ്ദ കടയിൽ നിന്ന് കിട്ടും. കൊണ്ടുവന്നൊരു ചെത്തിയൊരു ചെത്തിയൊരു നമ്മളെ ഇളനീരി എത്തുന്നൊരു ചെത്ത അവിടെ ഇവിടെയൊക്കെ ചെത്തി ഒന്ന് രൂപപ്പെടുത്തി പരുവപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ഇബ്ലീസ് പോലും തോറ്റു. പടച്ചോൻ കാക്കുമാറാക്കും. കുറ്റപ്പെടുത്തുകയല്ല, ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ആ പർദ്ദ ഇടുന്നത് നിങ്ങളുടെ സലാമത്തിനും റാഹത്തിനും നിങ്ങളുടെ നാളെയുള്ള ലോകത്തിന്റെ വിജയത്തിനും വേണ്ടിയിട്ടും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നിമാരോടൊത്ത് അവിടുത്തെ മകളോടൊത്ത് സ്വർഗത്തിൽ കടക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പൊ നമ്മൾ ഇടുന്ന പർദ്ദ അത് സേഫാണോ? നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും അംശഭാഗങ്ങൾ ആർക്കെങ്കിലും അളന്നെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണോ? മാറ്റുക, കെട്ടഴിച്ചു വിടുക, ആ തയ്യൽ പൊട്ടിച്ചു വിടുക. അല്ലാതെ യാതൊരു നിവൃത്തിയില്ല, പറയാതിരിക്കാൻ നിർവാഹമില്ല. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളെ ദീർഘിപ്പിക്കുന്നില്ല, നിർത്തി ബുദ്ധിമുട്ട്